നോക്കുകയാണെങ്കിൽ നമ്മളെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ചലഞ്ചൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ലോൺ വോൾഫിൽ പോയിട്ട് ഒരു എനിമിനെ കാര്യങ്ങളൊക്കെ ടീമപ്പ് ആക്കിയിട്ട് ശേഷം അവൻ അടിച്ചു കൊല്ലാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഗീസ് ഒരു ക്രൂര മൈൻഡാണ് ഗീസ് സെക്കൻഡ്, അതായത് നമ്മൾ ഫണ്ടി ചലഞ്ചായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവന് അങ്ങനെ തന്നെയാണ് ഉദ്ദേശം. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നോക്കി നോക്കാം. കുറേ ശ്രമത്തിൻ്റെ ശേഷം അങ്ങനെ ഒരു മാച്ചുകളിലൊക്കെ ഒത്തു കിട്ടിയിട്ടുണ്ട് ഗീസ്. അങ്ങനെ അവനാണെങ്കിൽ ഒരു വിധത്തിൽ ടീമപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ഇതുവരെ കളിച്ച മാച്ചിലൊക്കെ എല്ലാവരും വന്ന് വാരി പറക്കിയിട്ട് അടിച്ച് പോകുമായിരുന്നു. അങ്ങനെ ഇവനെ ടീമപ്പ് ആക്കി എടുത്തത് ഗീസ്. ഇവനാണെങ്കിൽ ഒടുക്കത്തെ ഇമോട്ട് ഇടല്, ഞാനും വിട്ടു കൊടുക്കുന്നൊന്നുമില്ല. ഒന്ന് നോക്കിയില്ല ഗീസ്, M10 ഇമോട്ടുകളൊക്കെ കിട്ടിയ ശേഷം നേരെ വുഡ് പേപ്പറുകളൊക്കെ എടുത്ത് അവൻ്റെ തലയ്ക്കുള്ള അടിക്കാനുള്ള മൈൻഡിലായിരുന്നു. ഒന്ന് നോക്കിയില്ല, അവൻ അനങ്ങാൻ നിൽക്കുന്ന കാരണം ഒരു ടൈപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ചലഞ്ചുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗീസ്. നമുക്ക് എന്തായാലും ഒരു ഫണ്ട് നമുക്ക് നോക്കി വെക്കാന്നായിരുന്നു. അടുത്ത റൗണ്ട് നോക്കുമ്പോൾ ആ ചെക്കനാണെങ്കിൽ ഗീസ് നമ്മൾ അടിച്ചു പോകുന്നു. ഇനിയാണെങ്കിൽ ഇവിടെ നിന്ന് കളിച്ചാൽ ശരിയാവില്ല. അന്നേരം അടുത്ത റൗണ്ട് വന്നത് ഗീസ് ഞാനെന്തായാലും അവനെ ഒന്നും കൂടെ വളച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. ചെക്കനാണെങ്കിൽ ഗീസ് കഴിഞ്ഞ മാച്ചിന് പേടിയുണ്ട്. അതായത് ഒന്നും നോക്കില്ല, ആ പേടി അങ്ങോട്ട് മാറ്റാനായിട്ട് നമ്മൾ നിന്നില്ല. അവൻ്റെ തല വീണ്ടും അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ നേരെ ബാക്ക് അടിച്ചിട്ടുണ്ട് ഗീസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ അടിച്ച് അച്ചാറാക്കി വിടും മിക്കവാറും. ഇതുപോലത്തെ ഫണ്ടി ചലഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട്